ഹായ് ടീച്ചേഴ്സ്, 2026 അവസാനം അല്ലെങ്കിൽ 2027 ആദ്യം പ്രതീക്ഷിക്കുന്ന LP-UP നോട്ടിഫിക്കേഷൻ ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. BEdും DLEdും അതുപോലെ കേട്ടറ്റ് കാറ്റഗറി 1, 2 ഒക്കെ നേടിയിട്ട് ഫുള്ളി എലിജിബിൾ ആയിട്ട് എക്സാമിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണുക. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2026 ലാസ്റ്റ് അല്ലെങ്കിൽ 2027 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഒന്ന് നോക്കാം. 18 മുതൽ 40 ഇയേഴ്സ് വരെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. ടീച്ചിങ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് 40 വരെ, ജനറൽ പോസ്റ്റിന് 40 ഇയേഴ്സ് വരെ ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. OBC ആണെങ്കിൽ അവർക്ക് 43 വയസ്സ് വരെയും SC/ST കാറ്റഗറിക്കാർക്ക് 45 വയസ്സ് വരെയുമാണ് നമ്മൾക്ക് LP-UP എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു എക്സാമിൻ്റെ സിലബസ് എന്ന് നോക്കാം. സിലബസ് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ LP-UP എക്സാമിനൊക്കെ നമ്മൾ പഠിച്ച ആ ഒരു സിലബസ് 2019 വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സിലബസ് മാറുമോ എന്ന ചോദ്യത്തിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സിലബസ് PSC റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് വെച്ചിട്ട് തന്നെ നമ്മൾ നല്ലൊരു പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു LP-UP എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ഓരോ ഇയർ ചെല്ലും തോറും കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള എന്നാൽ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ പറ്റാത്ത കൺഫ്യൂഷനിൽ, മീൻസ് പോസ്റ്റിംഗ് കിട്ടുമോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ നെഗറ്റീവ് മാർക്സ് അടിച്ച് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജസ്റ്റ് മിസ് ഔട്ടായി പോയവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ സിലബസ് ഒക്കെ കവർ ചെയ്തു, എന്നാൽ പ്രോപ്പർ റിവിഷൻ്റെ അഭാവം കാരണം റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയവരും ഉണ്ടായിരിക്കും. അതായത് സിലബസിലൂടെ പലതവണ കയറി ഇറങ്ങിപ്പോയ ആളുകളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ബോധ്യം ആദ്യമേ ഉണ്ടായിരിക്കണം. ആയിരങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ഓഫ്ലൈൻ കോച്ചിങ്ങിനും അതുപോലെ ഓൺലൈൻ കോച്ചിങ്ങും ഓൾറെഡി അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരെ നമുക്കറിയാം. അപ്പോൾ ഇവരോടൊക്കെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നല്ല രീതിയിൽ നല്ലൊരു കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കുന്ന എക്സാം തന്നെയാണ് LP-UP എക്സാം എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള ഈ പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നല്ലൊരു റാങ്കിലേക്ക് എത്തി ഈ ഒരു പോസ്റ്റിങ്ങിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായി കാണുമല്ലോ. ഇനി പറയാനുള്ളത്, PSC നടത്തുന്ന എക്സാമുകളിലെല്ലാം ഇപ്പോൾ SCERT ചാപ്റ്റേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ആ PSC എക്സാം നടത്തുന്നത്, SCERT ചാപ്റ്ററുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യമാണ് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയലിൻ്റെയൊക്കെ ഒരു സമയം കഴിഞ്ഞു. ഇപ്പോൾ വരുന്നത് ക്ലാസ് 5 to 10 വരെയുള്ള SCERT ലെസൺസ്. പിന്നെ LP-UP എക്സാമുകൾക്കാവുമ്പോൾ +1, +2 ഭാഗത്തു നിന്നുള്ള സയൻസ് ചോദ്യങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണുന്നത്. കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ ക്ലാസ് 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെയും ഈ ഒരു അക്കാദമിക് ഇയറിൽ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെയും SCERT പാഠപുസ്തകങ്ങൾ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ LP-UP എക്സാമിന് നമുക്കൊരു തുറുപ്പ് ചീട്ടാണ് ഈ വരുന്ന ന്യൂ SCERT ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരുന്ന ചോദ്യങ്ങൾ ഷുവറായിട്ടും ഈ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഓൾഡ് SCERT നമുക്ക് പാടെ ഒഴിവാക്കി നിർത്താനും സാധിക്കില്ല. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ചാപ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ശബ്ദം എന്നൊരു ടോപ്പിക്ക് പഠിക്കുകയാണ് ഫിസിക്സിലെ. അപ്പോൾ ആ ശബ്ദം കവർ ചെയ്യുന്ന ക്ലാസ് 5 to 10 വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം. അത് ഓൾഡ് SCERTയിലെ ചാപ്റ്റേഴ്സും പഠിക്കണം, ന്യൂ SCERT ചാപ്റ്റേഴ്സും പഠിക്കണം. അതിൽ നിന്ന് നമുക്കൊരു ബേസ് ആയി കഴിയുമ്പോഴാണ് പിന്നെ ഒരു അഡ്വാൻസ് ലെവൽ ലേണിങ്ങിലേക്ക് നമ്മൾ നീങ്ങണം. +1, +2 ക്ലാസ്സുകളിലെ സൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം. അതുകൂടാതെ തന്നെ റാങ്ക് ഫയലിൽ എന്തെങ്കിലും അഡീഷണൽ ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഏറ്റവും ബേസിൽ നിന്ന് പഠിച്ച് അഡ്വാൻസ് ലെവലിലേക്ക് എത്തുക, അതോടൊപ്പം നല്ല രീതിയിൽ റിവിഷനും കൊണ്ടുപോവുക.
അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. അതിന് SCERT ലെസൺസ് നമ്മൾ അങ്ങ് പഠിച്ചു തുടങ്ങേണ്ട സമയം തന്നെ ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. LP UP എക്സാമിന് മാത്രമല്ല, VFA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ബെവ്കോ LDക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, പിന്നെ യൂണിഫോം പോസ്റ്റുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, കമ്പനി ബോർഡ് LGSന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഈവൻ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ വരെ SCERT ചാപ്റ്റേഴ്സ് പഠിച്ചു തന്നെ ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LP UP മുന്നിൽ കാണുന്നവർക്കെല്ലാം ഈ ഒരു സീരീസ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് നമ്മൾ SCERTയിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കും. ശേഷം നല്ല റിവിഷൻ ചെയ്ത് അത് തറവാക്കും. പിന്നീട് അങ്ങോട്ട് അഡ്വാൻസ് ലെവൽ ലേണിങ്ങും, പിന്നീട് സൈക്കോളജിയും, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ ഒരു ഏരിയാസ് എല്ലാം പഠിക്കണം. കൂടാതെ തന്നെ GK ഏരിയാസും കവർ ചെയ്ത് പോകണം. കറണ്ട് അഫയേഴ്സിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് SCERT ലെസൺസ് ആണ്. ന്യൂ SCERT പ്ലസ് ഓൾഡ് SCERT ആയിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്സ് ആണ് നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മുടെ SCERT സീരീസ് മുന്നോട്ട് പോകുന്നത്. ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നു, ആ ടോപ്പിക്കുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സ്, ഈവൻ ന്യൂ SCERT ആണെങ്കിലും ഓൾഡ് SCERT ആണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നു. നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നു, അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സയൻസ് പോർഷന് നമ്മൾ പറഞ്ഞു 27 മാർക്ക് ഉണ്ടെന്ന്. ഈ 27 മാർക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് സയൻസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഫിസിക്സ് ആണ് നമ്മളുടെ സീരീസിൽ ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കെമിസ്ട്രി, ബയോളജി, അതിനുശേഷമായിരിക്കും നമ്മൾ മറ്റ് സബ്ജക്റ്റിലേക്ക് പോകുന്നത്. ഹിസ്റ്ററി അടക്കമുള്ള ഹിസ്റ്ററി, ജോഗ്രഫി പോലെയുള്ള മറ്റ് സബ്ജക്റ്റിലേക്ക് നമ്മൾ പിന്നീടായിരിക്കും നീങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് SCERT സീരീസ് ഫോളോ ചെയ്തു വരിക. ഓക്കെ, ഇനി ഈ ഒരു എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ സിലബസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പലർക്കും അറിയാവുന്നവരായിരിക്കും, എങ്കിലും ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ട് അടുത്ത ഒരു എക്സാം, LP UP എക്സാമുകൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്ക് സിലബസിനെ സംബന്ധിച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. 2019 ഇപ്പം നിലവിൽ ഈ കാണിക്കുന്ന സിലബസ് ഒരു NCA എക്സാമിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ 2019 എന്താണ് NCA നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ആ എക്സാം കഴിഞ്ഞു. പിന്നെ 2024 ഈ മെഗാ എക്സാം കഴിഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് LPയുടെ വന്നതും UPയുടെ വരാൻ പോകുന്നതുമായ എക്സാമിൻ്റെ സിലബസും ഇത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സിലബസാണ് നിലവിൽ നമ്മളുടെ മുന്നിൽ ഉള്ളത്. ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസാണ് നമ്മൾ ഫോളോ ചെയ്ത് പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? മറ്റുള്ള എക്സാമുകളെ, മറ്റുള്ള PSC എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കൂടുതൽ വെയിറ്റേജ് എന്താണ്, സയൻസ് വിഷയങ്ങൾക്കാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഈ സിലബസ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. സിലബസ് പാർട്ട് 1 പുതിയതായിട്ട് എക്സാം എഴുതാൻ പോകുന്ന, ഇപ്പോൾ കേട്ടൊക്കെ പാസ്സായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ആദ്യമായിട്ട് LP UP എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിലബസ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാർട്ട് 1 കേരള ചരിത്രമാണ് തന്നിട്ടുള്ളത്. 10 മാർക്കാണ് കേരള ചരിത്രത്തിന്. ആ ഒരു പാർട്ട് 1 കേരള ചരിത്രം അടങ്ങുന്ന, കേരള നവോത്ഥാനം അടങ്ങുന്ന ഈ ഒരു ഭാഗത്ത് 10 മാർക്കാണ് തന്നിട്ടുള്ളത്. നോക്കിക്കോളൂ, കേരള ചരിത്രം, അത് കഴിഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ലോക ചരിത്രം. ഓക്കെ, ഇത്രയും ഭാഗത്തിനാണ് ഈ 10 മാർക്ക്. അതോടൊപ്പം 2 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് കൂടി ചേർത്ത് 12 മാർക്കാണ് നമുക്ക് ഈ ഏരിയയിൽ ഉള്ളത്. പിന്നെ വരുന്നത് പാർട്ട് 1 ഒരു സെക്കൻഡ് ഡിവിഷനായിട്ട് തന്നിട്ടുള്ളത് ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ രാഷ്ട്രതന്ത്രശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് 5 മാർക്കാണ് തന്നിട്ടുള്ളത്. അതോടൊപ്പം 2 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് കൂടി ഈ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പിന്നീട് വരുന്നത് പാർട്ട് 2 ഭൗതികശാസ്ത്രത്തിന് 7 മാർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് 2 മാർക്ക് കൂടി ചേർത്ത് 9 മാർക്ക്. പിന്നെ പാർട്ട് 2 വരുമ്പോൾ രസതന്ത്രം 7 മാർക്ക്, അതിനും കറണ്ട് അഫയേഴ്സിന് 2 മാർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നത് ജീവശാസ്ത്രം 6 മാർക്കാണ്, +2 മാർക്സ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ സയൻസ് മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് ടോട്ടൽ 27 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. 27 മാർക്കാണ് സയൻസിന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 9 മാർക്ക് ഫിസിക്സിനും, പിന്നെ വരുന്ന 9 മാർക്ക് കെമിസ്ട്രിക്കും, അതോടൊപ്പം തന്നെ 8 മാർക്ക് ബയോളജിക്കുമായിട്ടാണ് 27 മാർക്ക് നമുക്ക് ഈ ഒരു സയൻസ് മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടും. അതായത് LP UP എക്സാമിനുള്ള സയൻസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് മാത്സിലേക്ക് വരുമ്പോഴേ 15 മാർക്കാണ് മാത്സിന് തന്നിട്ടുള്ളത്. സാധാരണ എക്സാമുകൾക്കൊക്കെ PSC എക്സാമുകൾക്ക് നമുക്ക് 10 മാർക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 15 മാർക്കാണ്. അതുകൂടാതെ
എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ 20 മാർക്കാണ് അവിടെ തന്നിട്ടുള്ളത്, 20 മാർക്ക്. പിന്നീട് ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കാണ് തന്നിട്ടുള്ളത് കേട്ടോ. ആ 10 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമർ വരും, വൊക്കാബ്സ് വരും, ലാംഗ്വേജ് കോംപ്രിഹെൻഷൻസ് വരും, പിന്നെ അതോടൊപ്പം പെഡഗോജിയും കൊണ്ട് ചേർത്താണ് ഈ ഒരു 10 മാർക്ക്. പിന്നീട് മലയാളത്തിലേക്ക് വരുമ്പോഴും 10 മാർക്കാണ്. സാഹിത്യം, ഭാഷാപരം, അതുപോലെ തന്നെ ബോധനശാസ്ത്രപരം എന്ന് പറയുന്ന ഇത്രയും മേഖലയിലെ 10 മാർക്കാണ് നമുക്ക് മലയാളത്തിനും തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാർക്ക് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റുള്ള LP UP എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള എക്സാമുകളുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മാർക്സ് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സയൻസിന് എത്ര മാർക്കാണ്? 27 മാർക്കാണ്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതിൻ്റെ കറണ്ട് അഫയേഴ്സും കൂടി ചേർത്ത് 27 മാർക്ക് സയൻസിന് മാത്രമാണ്. പിന്നീട് സൈക്കോളജിക്ക് 20 മാർക്ക്. നിങ്ങൾ നോക്കാട്ടോ, ഇത് സൈക്കോളജിക്ക് 20 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്. പിന്നീട് മലയാളത്തിന് എത്ര മാർക്കാ? 10 മാർക്ക്. മാത്സിന് നമ്മൾ പറഞ്ഞു 15 മാർക്കാണെന്ന്, 15 മാർക്ക്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? 82 മാർക്ക് നമ്മളുടെ കയ്യിലിരിക്കുകയാണ്. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേ 82 മാർക്കാണ്. സയൻസ്, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 82 മാർക്ക് നമുക്കിവിടെ കയ്യിൽ സേഫ് ആവുകയാണ്. പിന്നീട് വരുന്ന 18 മാർക്ക് ബാക്കി GK ആൻഡ് കറണ്ട് അഫയേഴ്സ് കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് 18 മാർക്കാണ് വരുന്നത്. ഓക്കെ, 18 മാർക്കാണ് നമ്മൾ GK, അതായത് GK എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് പാർട്ടിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കിയേ, ഈ കേരള ചരിത്രത്തിൻ്റെ 10 മാർക്ക്, പിന്നെ അതിൻ്റെ ഒപ്പം 2 മാർക്ക് കറണ്ട് അഫയേഴ്സ്, അപ്പോൾ 12 മാർക്കായേ. പിന്നെ ഇവിടെ ഒരു 5 മാർക്ക് ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്ര ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, അപ്പോൾ ആ 12ഉം 5ഉം 17 ഇവിടെ ഒരു 2 മാർക്ക്. ഓക്കെ, ഒരു 18-19 മാർക്കാണ് നമുക്ക് ഈ GK പാർട്ട് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള 82 മാർക്ക് നമ്മളുടെ കയ്യിൽ സേഫ് ആവുന്നത് നമ്മൾ സയൻസ്, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പഠിക്കുന്നതോട് കൂടിയിട്ടാണ്. മറ്റുള്ള PSC എക്സാമുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല LP UP എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. GKയിൽ നമ്മൾ തലകുത്തി കിടന്നിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട്, സൈക്കോളജി ഓറിയൻറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സയൻസിൽ 27 മാർക്ക് നമ്മളുടെ കയ്യിലിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? സയൻസിൻ്റെ 27 മാർക്ക് അത് പഠിക്കണം. അത് നമ്മളെ കയ്യിലിരിക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ക്ലാസ് 5 മുതൽ ക്ലാസ് 12 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്സ് ആണ്. SCERT ടെക്സ്റ്റ് ബുക്സ് +1 +2 ബുക്സ് അടക്കം നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ മാറി വന്നിട്ടുള്ള ന്യൂ SCERT നമ്മൾ പഠിക്കണം, അതുപോലെ ഓൾഡ് SCERT നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്ലാസ് 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ ഇപ്പോൾ 10 വരെയുള്ള ബുക്സ് നമുക്ക് മാറിയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് SCERTയും പഠിക്കണം, അതുപോലെ തന്നെ ന്യൂ SCERTയും പഠിച്ചു വരിക. പഠിച്ചാൽ മാത്രം മതിയോ? അത് റിവിഷൻ ചെയ്ത് നമ്മളുടെ സ്വന്തം ടോപ്പിക്കാക്കി നമ്മളുടെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനി വരുന്ന LP UPയുടെ എക്സാമിന് ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായി മാറാൻ പോകുന്നത് നമ്മളുടെ ഈ ന്യൂ SCERT ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഓൾഡ് SCERT നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്നും ചോദ്യങ്ങൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും SCERT പഠിച്ചു തുടങ്ങുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു വരുന്നത്. ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക? SCERT പഠിച്ചു തുടങ്ങുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SCERT സീരീസ് ആരംഭിച്ചിട്ടുള്ളത്. ഡെയിലി ഓരോ ചാപ്റ്റർ വീതം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വളരെ ചെറിയ ചാപ്റ്റേഴ്സായിട്ട് അത് റിവിഷൻ ചെയ്തെടുക്കാനുള്ള സമയവും നമ്മൾക്ക് കിട്ടും. നല്ല രീതിയിൽ പഠിച്ചു പോയി നോട്ട് എഴുതി പഠിക്കാനുള്ളൊരു സമയവും നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് 5 to 10 വരെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ബേസ് വരും. ആ ബേസിൽ നിന്ന് വേണം പിന്നെ നമ്മൾ അഡ്വാൻസിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ 5 to 10 പഠിച്ചതിന് ശേഷം മാത്രം, അത് നല്ലൊരു ബേസ് ആക്കിയതിന് ശേഷം മാത്രമാണ് +1 +2 ക്ലാസ്സുകളിലെ ബുക്ക് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർ മെജോറിറ്റി ആളുകളും CBSE പ്രൈവറ്റ് സ്കൂളുകളിലും അതുപോലെ തന്നെ ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ഓഫീസ് ജോബ്സിന് പോകുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വർക്കിംഗ് ആയിട്ടുള്ളവർക്കും SCERT ലെസൺസ് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വീതമാണ് നമ്മൾ പഠിക്കുന്നത്. അത് നല്ല രീതിയിൽ പഠിക്കാനും റിവൈസ് ചെയ്യാനും സമയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ രീതിയിൽ നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവർക്ക് അത് യൂസ് ചെയ്ത് തന്നെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലാത്തവരാണെങ്കിൽ നോട്ട്സ് എഴുതി തന്നെ
പഠിക്കണം. കാരണം നമുക്കത് പല ആവർത്തി ഇനി റിവൈസ് ചെയ്ത് നമ്മുടെ സ്വന്തം ടോപ്പിക്കാക്കി മാറ്റണമെങ്കിൽ പല ആവർത്തി നമ്മളിതിലൂടെയൊക്കെ കടന്നു പോകണം. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അഡീഷണൽ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് പോവാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ അത് നോട്ട് എഴുതി തന്നെ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സീരീസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. SCERT ഒരു ബേസ് ആയതിനു ശേഷം മാത്രമായിരിക്കും നമ്മളുടെ അടുത്ത സ്റ്റെപ്പിലേക്കൊരു ചുവടുവെപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ LP UPയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് SCERT ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതിന് നമ്മുടെ സീരീസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. LP UPക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനലൊന്ന് എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.